ഹലോ, നമസ്കാരം. DLS വ്ലോഗ്സിൽ ഒരുപാട് നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ അത് ചെയ്യണമെന്ന് തോന്നിപ്പോയതുകൊണ്ട് അങ്ങ് ചെയ്തതാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വർദ്ധിച്ചു വരുന്ന ഓൾഡ് ഏജ് ഹോംസും അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ഹോംസും ഒക്കെ നമ്മൾ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ സംസാരിച്ചാൽ അമ്മയും അപ്പനെയും കൊണ്ടുവന്ന് ഓൾഡ് ഏജ് ഹോംസിൽ വൃദ്ധസദനത്തിൽ തള്ളുന്നോടാ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോഴും നമ്മുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയാണ് കേട്ടോ. സത്യത്തിൽ അതൊക്കെ മാറി ചിന്തിക്കേണ്ട കാലമാണെന്ന് എനിക്കങ്ങ് തോന്നിപ്പോവാ. വാർദ്ധക്യകാലത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ മക്കളുടെ സ്നേഹവും മക്കളുടെ സാമീപ്യവും അവരുടെ കെയറും അവരുടെ സംരക്ഷണവും ഒക്കെയാണ്. അതിന് ആ ബന്ധങ്ങളുടെ ഊഷ്മളതയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാറിയ കാലഘട്ടത്തിൽ നമുക്കതെല്ലാം അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മക്കൾ വലിയ ഓട്ടത്തിലായിരിക്കും. അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കുമല്ലോ അവർ. അവർക്ക് നമുക്ക് വേണ്ടി കാത്തു നിൽക്കാൻ ഒരുപക്ഷെ വലിയ സമയമൊന്നും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് വേണ്ടി കാത്തു നിന്നാൽ അവർ ഇപ്പുറത്ത് ഒരുപക്ഷെ അവരുടെ കരിയർ, അവരുടെ സാമ്പത്തിക അവസ്ഥ ഇതൊക്കെ തളർന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. പിന്നെ ഇമോഷണലായിട്ട് നമ്മളോട് അത്ര അറ്റാച്ച്മെൻ്റ് ഉള്ളവർ നമ്മുടെ കൂടെ നിൽക്കും. സാമ്പത്തികമായി നമ്മളെ പരിരക്ഷിക്കാൻ കഴിവുള്ളവർക്ക് നമ്മളെ കൂടെ നിർത്തി നമുക്കൊരു ഹോം നേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മുടെ മക്കളുടെ സാമീപ്യവും അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് കഠിനമായി ആഗ്രഹിക്കുന്നതൊക്കെ മാറ്റി ചിന്തിക്കേണ്ട കാലമാണെന്ന് എനിക്കങ്ങ് തോന്നുന്നുണ്ടോ വ്യക്തിപരമായിട്ട്. നമ്മൾ ഈ വൃദ്ധസദനത്തെയും റിട്ടയർമെൻറ്റ് ഹോംസിനെയൊക്കെ ഒരു വല്ലാത്ത മനോഭാവത്തോടു കൂടി കാണുന്നതും അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. സൗകര്യമുള്ള മക്കൾ, സാമ്പത്തികമായി വളരെ സ്റ്റെബിലിറ്റിയുള്ള അല്ലെങ്കിൽ മനസ്സുള്ള മക്കൾ അവരുടെ അപ്പനെയും അമ്മമാരെയും കൂടെ നിർത്തി സംരക്ഷിക്കട്ടെ, അതിന് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ അല്ലാത്ത മക്കളുണ്ടല്ലോ, അവർക്ക് യാതൊരു നിവൃത്തിയില്ല. ഒരു അപ്പനമ്മമാരെ കൂടെ നിർത്തും. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ സാമ്പത്തിക സ്ഥിരത ഇല്ലാതാവുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ നൽകാൻ പറ്റാതെയും വരുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ ഒരുപാട് കാണാറില്ലേ, വാർദ്ധക്യമാവുന്ന അപ്പനെയും അമ്മയൊക്കെ തല്ലുന്ന വീഡിയോ, അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന വീഡിയോ, അവരെ കൊണ്ടുവന്ന് വഴിയിൽ തള്ളുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് കാണാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വാർദ്ധക്യകാലത്ത് എല്ലാത്തിനോടൊപ്പം വേണ്ടത് മനസ്സമാധാനവും അന്തസ്സോടുകൂടി നമുക്ക് നമ്മുടെ അവസാന കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമൊക്കെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്കുള്ള ഒരു കരുതൽ കൂടി നമ്മൾ കണക്കാക്കണമെന്ന് എനിക്ക് തോന്നിപ്പോവാട്ടോ. ഞാൻ ആ ചിന്ത നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പം നമ്മൾ നല്ലൊരു റിട്ടയർമെൻറ്റ് ഹോം അവിടെ ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി കൂടി നമ്മൾ ആർജിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ മനസ്സോടുകൂടി അങ്ങോട്ടേക്ക് പോകുന്നതും നല്ലതായിരിക്കുമെന്ന് എനിക്കങ്ങ് തോന്നുക. കാരണം ഇനിയിപ്പം നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം ആകുമ്പോൾ, ഇപ്പം നമ്മളൊക്കെ വൃദ്ധരാകുമ്പോൾ നമ്മുടെ മക്കളുടെ പൂർണ്ണമായ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഫാസ്റ്റ് പേസിൽ ലോകം ഓടിപ്പോവുക. അപ്പോൾ നമ്മുടെ മക്കൾക്കും ആ പേസിനൊപ്പം മുന്നോട്ട് നീങ്ങണം. നമുക്ക് അത്രയും വേഗത്തിൽ മുൻപോട്ട് പോകാൻ കഴിയില്ല അവരോടൊപ്പം. വാർദ്ധക്യമാവുമ്പോൾ നമ്മളെല്ലാം നമ്മളുടെയൊക്കെ ഓട്ടം പതുക്കെയാവും. നമുക്ക് അന്തസ്സോടെയും സമാധാനത്തോടെയും ജീവിക്കാനും ഇടയ്ക്കൊക്കെ മക്കളെ കാണാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഒക്കെ ഉള്ള ഒരു സമയം കിട്ടിയാലും സാഹചര്യം കിട്ടിയാലും വലിയ സന്തോഷമാവുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു തിരിച്ചറിവിലൂടെ നമ്മളും കടന്നു പോകണം. അപ്പം വൃദ്ധസദനങ്ങളും റിട്ടയർമെൻറ്റ് ഹോമുകളും ഒക്കെ അത്ര മോശത്തോടു കൂടി കൈകാര്യം ചെയ്യരുത്. ഞാൻ പറയുന്ന ഗവൺമെൻറ്റും അക്കാര്യത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. വാർദ്ധക്യകാലം എന്ന് പറയുമ്പോൾ അവർ അന്തസ്സോടുകൂടി ജീവിക്കാൻ, ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ, സമാധാനത്തോടു കൂടി ജീവിക്കാൻ ഒരിടം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കൾ നോക്കിയില്ലെങ്കിലും വൃദ്ധസദനങ്ങളിലും, വൃദ്ധസദനം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോഴും കേൾക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമാണല്ലേ, റിട്ടയർമെൻറ്റ് ഹോംസിലും ഒക്കെ സമാധാനത്തോടെ ജീവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അവർക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ കൊടുക്കണം. അങ്ങനെയുള്ളൊരു സിസ്റ്റം ഒക്കെ നമ്മുടെ നാട്ടിൽ വേണം. വിദേശത്തൊക്കെ അതൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം അതിനെ നമ്മൾ പലപ്പോഴും കുറ്റം പറയാറുണ്ട്. എനിക്കൊന്നും അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ചുകൂടി അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മക്കളുടെ പേസിനൊപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പണ്ടതൊക്കെ ഉണ്ടായിരുന്നു. വാനപ്രസ്ഥം എന്നൊക്കെ പറഞ്ഞ ഒരു ഘട്ടമില്ലേ, അപ്പനും അമ്മയും ഒരു ഘട്ടം കഴിയുമ്പോൾ മക്കളുടെ കൂടെ ഉള്ള താമസം അവസാനിപ്പിച്ച് അവർ വനത്തിലേക്ക്, വനജീവിതം, സന്യാസ ജീവിതം ഒക്കെ തിരഞ്ഞെടുത്ത് അങ്ങ് പോകുന്ന ഒരു കാലഘട്ടം ഒരുപക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ അത് മനസ്സിലാക്കി അവർ ആത്മീയമായി അങ്ങനൊരു റിട്രീറ്റ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതിന് കുറച്ചുകൂടി നല്ല രീതിയിൽ മാതാപിതാക്കൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇങ്ങനൊരു സെറ്റപ്പിൽ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു സെലിബ്രിറ്റികളുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ എത്ര മോശമായിട്ടാണ് അമ്മമ്മയും ഇവരുടെ അമ്മയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് മാന്യതയോടുകൂടി ജീവിക്കാൻ, ഒറ്റപ്പെടലില്ലാതെ ജീവിക്കാൻ അത്തരം റിട്ടയർമെൻറ്റ് ഹോംസ് ഒരു വലിയ
ഘടകമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബന്ധങ്ങൾ പലപ്പോഴും ഉലയാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത്തരം ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. വിമർശനമുള്ള ഒരുപാട് പേരുണ്ടാവും. സൗകര്യമുള്ളവർ അവരുടെ അപ്പനെയും അമ്മയും അതേ സ്നേഹത്തോടെയും കാര്യങ്ങളോടെയും സംരക്ഷിക്കട്ടെ, അതാണ് വേണ്ടത്. പക്ഷെ സാഹചര്യങ്ങൾ പരിമിതപ്പെടുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ, മാന്യതയോടുകൂടി ജീവിക്കാൻ നമുക്കെപ്പോഴും അത്തരം സാഹചര്യങ്ങളായിരിക്കും, അത്തരം പിൻവാങ്ങലുകളായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം.